പുസ്തകങ്ങൾ അറിവ് നൽകുമ്പോൾ വിശുദ്ധരുടെ ജീവിതം നമ്മെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. അത്തരം ഒരു വിശുദ്ധന്റെ ഒരു അത്ഭുതകരമായ ഒരു ജീവിതകഥയാണിത്. ഡോൺ ബോസ്കോ. ജോൺ ബോസ്കോ എന്നറിയപ്പെടുന്ന ഡോൺ ബോസ്കോ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള ഒരു ജീവചരിത്രമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ബുക്ക് രചിച്ചിട്ടുള്ളത് എഫ് എ ഫോക്സ് എന്നാണ്. ആ മദറിന്റെ തൂലികാനാമമാണ് എഫ് എ ഫോക്സ് എന്നുള്ളത്. ശരിക്കുള്ളത് മദർ ഫ്രാൻസിസ് ആലിസ് മോണിക്ക ഫോക്സ് എന്നാണ്. കുറെ അധികം വിശുദ്ധരുടെ ജീവചരിത്രം മദർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് വളരെയധികം ലളിതമായിട്ടും ഒരു ഇൻസ്പിറേഷണൽ ഇമോഷണൽ ആയിട്ടാണ് ഈ ബുക്ക് രചിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പെട്ടെന്ന് കുറെ അധികം ബുക്ക് വായിച്ച് ശീലിക്കണം അങ്ങനെയൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ് ഈ ബുക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ. പിന്നെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഡോൺ ബോസ്കോ പബ്ലിക്കേഷൻസ് ആണ്. ഇതിന്റെ വില ആ സമയത്ത് ഞാൻ വാങ്ങുമ്പോണ്ടായിരുന്നു 70 ഒക്കെയാണ് ഉള്ളത്. ഇത് മലയാളമാണ് ഈ വേർഷൻ വരുന്നത്. അപ്പോ ഇതിനിപ്പോ ഒരു 100 എബോ ആ ഒരു റേഞ്ചിലായിരിക്കും ഇത് നമുക്ക് ലഭിക്കും. പിന്നെ ഈ ബുക്കിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ വിശുദ്ധന് ആ ഒരു 9 വയസ്സിൽ ആ വിശുദ്ധനൊരു ഡ്രീം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു യങ്സ്റ്റേഴ്സിനെ നയിക്കുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിലൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എങ്ങനെ 1841 തിരുപ്പട്ടം കിട്ടുന്നു, തിരുപ്പട്ടം ലഭിച്ചതിന് ശേഷം എങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു, ആ ഒരു വിശുദ്ധന്റെ ആ ഒരു വന്ന രീതിയെല്ലാം ഇതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മാർഗരറ്റ് എന്നാണ് വിശുദ്ധന്റെ അമ്മയുടെ പേര്. അപ്പൊ അമ്മയുടെ സാന്നിധ്യവും എങ്ങനെ ആ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വളരെയധികം ജോലികൾ ചെയ്ത് കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് എങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളതൊക്കെ ഈ ബുക്കിൽ വളരെ വ്യക്തമായി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ദ സാലിഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ. അത് ഡോൺ ബോസ്കോ ആരംഭിച്ച ഒരു കാത്തോലിക് റിലീജിയസ് കോൺഗ്രിഗേഷൻ ആണ് 1859 ടൂറിനിൽ വെച്ച് സ്ഥാപിച്ചത്. അപ്പൊ ആ കോൺഗ്രിഗേഷന്റെ ഉള്ളിൽ ഈ ടൂറിനിലെ തെരുവുകളിൽ ഒട്ടനേകം യുവജനങ്ങൾക്ക് ഒരു സ്നേഹമോ കരുതലൊന്നും ലഭിച്ചിരുന്നില്ല. അവർക്ക് താമസിക്കാൻ സുരക്ഷിതമായ ഒരു ഇടമുണ്ടായിരുന്നില്ല. അവർക്ക് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല. അപ്പൊ മെയിൻ ആയിട്ട് ജോൺ ബോസ്കോ ഇത് സ്ഥാപിക്കുമ്പോൾ അവർക്ക് ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് സ്നേഹവും കരുതലും ഒക്കെ ലഭിച്ചിരുന്ന ഒരു സ്ഥലം. പിന്നെ അവർക്ക് എഡ്യൂക്കേഷണൽ ആയിട്ട് കുറച്ച് ട്രെയിനിങ് ഒക്കെ നൽകിയിരുന്നു. ഇപ്പൊ ചെരുപ്പ് നിർമ്മാണം, പ്രിന്റിങ്, തയ്യൽ, അങ്ങനെ അതിലൂടെ അവരെ എങ്ങനെ ഒരു എംപവർമെന്റ് ചെയ്യാൻ അവർക്കൊരു കരുതലും സ്നേഹവും കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ കോൺഗ്രിഗേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. ഡോൺ ബോസ്കോയുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? സ്നേഹവും ശരിയായ മാർഗനിർദ്ദേശങ്ങളും വിദ്യാഭ്യാസം നൽകിയ ഓരോ കുട്ടിയുടെയും ജീവിതം മാറ്റാൻ സാധിക്കുന്നതായിരുന്നു വിശ്വസിച്ചിരുന്നത്. അപ്പൊ ആ ഒരു എങ്ങനെയാണ് ആ കോൺഗ്രിഗേഷൻ വളർന്ന് ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് അതിന്റെ ഒരു അടിസ്ഥാനം നമുക്ക് ഈ ബുക്കിൽ നിന്ന് മനസ്സിലാകും. അപ്പം ഒരു ജോൺ ബോസ്കോയുടെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ബുക്ക് വളരെയധികം സഹായിക്കും. ഇനി ഒരു പോരായ്മ എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പുസ്തകമാണ്, വിശുദ്ധന്റെ പുസ്തകമാണ്. അപ്പൊ എല്ലാവർക്കും അത് എത്രത്തോളം സ്വീകാര്യമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇതെല്ലാമാണ് ഈ പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. നന്ദി.